അച്ഛാ ഞാൻ പോയിട്ടേ. അന്ന മോനെ നീ ബസ്സിന് പോകണ്ട, നീ വണ്ടി കൊണ്ടിരിക്കോ. അല്ല അപ്പൊ അച്ഛനെ വണ്ടി വേണ്ടേ? ഇല്ല, ഞാനൊന്നും പോകുന്നില്ല. അത് പറ്റിച്ചാ ഒരു ദിവസം പോലും ലീവാക്കാത്ത ആളാണല്ലോ. ഇപ്പൊ പണി നല്ല കുറവാ, ഇനി നായി വരണം. അത് സാരല്ല അച്ഛാ, കച്ചവടം പറഞ്ഞ എല്ലാ ദിവസവും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. എന്നാലും ഇത്രയും കാലം ലീവിലാണ്ട് പോയതല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്ക്. വണ്ടി ഞാൻ കൊണ്ടുപോകല്ലേ. നിന്റെ വണ്ടി കഴിവന്ന് 5-6 മാസമായല്ലടാ, അതൊന്ന് നന്നാക്കിക്കൂടെ? അത് ചെറിയ പണിയല്ലമ്മ, എഞ്ചിൻ കേട് വന്നത് മിക്കവാറും 10-40,000 റുപ്യ ഉണ്ടാവും. അതൊന്നും ഇപ്പൊ നടക്കില്ലമ്മേ. 10-30,000 റുപ്യ ശമ്പളം ഇല്ലെന്ന് എനിക്ക്. അത് കുറച്ച് മാറ്റി വെച്ച് നന്നാക്കാൻ നോക്ക്. നീ ആണെങ്കിൽ ആരോടും കടവും വാങ്ങില്ല. അല്ലെങ്കിൽ മോനൊരു കാര്യം ചെയ്, അമ്മന്റെ വള എന്തെങ്കിലും ഒന്ന് ഊരിത്തരാം, നീ അതെടുത്ത് പണയം വെച്ച് നന്നാക്ക്. ഇത്രയും കാലമായിട്ട് അമ്മന് ഒരു സ്വർണം പോലും അച്ഛൻ പണയം വെച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പൊ ഞാനായിട്ടാ ഈ കടവും പണിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണമ്മ. ഒരാൾക്ക് നമ്മൾ ഒരുപാട് അനുഭവിച്ചല്ലേ. ഒന്നും വേണ്ടമേ, അതൊക്കെ നേരെയാക്കാം. തൽക്കാലം ബസ്സിൽ തന്നെ പോവാ, വേറെ അച്ഛൻ്റെ വണ്ടി ഉണ്ടല്ലോ. ഏട്ടാ സോറി, ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയേ. എന്നാ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? അത് സാരല്ലടി, നിന്റെ ഉറക്കം കണ്ടപ്പോ എനിക്ക് എണീപ്പിക്കാൻ തോന്നിയില്ല. ഭക്ഷണം ആക്കിയതാ? അതൊക്കെ ഞാൻ ആക്കി കൊടുത്തു മോളെ. നീ ഒരു കാര്യം ചെയ്, കുളിച്ചിട്ടേ വേഗം ചോറ് വയ്ക്കാൻ നോക്ക്. എന്നാ ശരിട്ടാ, ഞാൻ പോയിട്ട് തരാം. ആ പിന്നെ ഏട്ടാ വരുമ്പോഴേ എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണേ. ചെരുപ്പോ? കഴിഞ്ഞ മാസം നിനക്കൊരു ചെരുപ്പ് മേടിച്ചത് അതെന്തായി? ശനിയാഴ്ച ബീച്ചിൽ പോയിട്ട് വരുമ്പോഴേ ഞാൻ ഷൂ റാക്കിൽ വെക്കാൻ മറന്നു. അത് പുറത്തന്നിട്ടും മഴ നനഞ്ഞു നാശമായിട്ടാ, അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. എത്ര പൈസ കൊടുത്ത് മേടിച്ചെന്നടി, അതൊക്കെ സൂക്ഷിക്കണ്ടേ. 6 മാസമായിട്ട് ഞാൻ ഒറ്റ ഷൂ ഇട്ടിട്ട് വന്ന്. നിന്റെ ഷൂ റാക്കിൽ 2-3 ചെരുപ്പുണ്ടല്ലോ, തൽക്കാലം അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്. അതൊക്കെ പഴയതായിട്ടാ, പുതിയ ഡ്രസ്സുകൾക്കൊന്നും മാച്ച് ആവില്ല. ഞാൻ വാട്സപ്പിൽ എന്തായാലും ഫോട്ടോ അയക്കാം, അതുപോലത്തെ വാങ്ങിച്ചു തന്നാ മതി. ഞാൻ പോട്ടെ അച്ഛാ. ശരി. ഭാര്യമാർ പിസ്കി ജപിച്ചാലേ ഭർത്താക്കന്മാർ കോടീശ്വരനാകുന്നത് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്. കോടി ഇല്ലെങ്കിലും എനിക്ക് മോനും കിട്ടുന്ന ശമ്പളം നീ എടുത്തു വെച്ചിട്ടേ കടവില്ലാണ്ടൊരു വീടാക്കിയല്ലോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? അല്ല മനുഷ്യ, നീ കൺട്രോൾ ചെയ്യുന്ന മതി. നമ്മുടെ വേദനയ്ക്ക് പറ്റുന്നില്ല. നമ്മുടെ മോൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. ആ കുട്ടി അവന്റെ ശമ്പളം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകണം, ബീച്ചിൽ പോകണം, മോളിൽ പോകണം, പുറത്ത് ഭക്ഷണം കഴിക്കണം. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടി അങ്ങനെയായിരിക്കും എൻ്റെ വീട്ടിൽ വളർന്നത്. സംഭവമൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഭർത്താവിന്റെ വില പറഞ്ഞിട്ട് വേണം ചെലവാക്കി. നീ എന്തായാലും ആ കുട്ടിൻ്റെ അടുത്തേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അയ്യോ, കല്യാണം കണ്ടിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെട്ടാലേ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പിന്നെ അവനാണെങ്കിൽ എല്ലാവരുടെ കാര്യം ചോദിക്കുമ്പോഴേക്കും ചെയ്തു കൊടുക്കും, സ്വന്തം കാര്യം നോക്കില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അതങ്ങ് പോക ശരിയാവും. ഇന്നിപ്പോ ബസ്സിന് കാത്തുകൊണ്ട് വേഗം എത്തിയല്ലോ. ഇനി മുതൽ എല്ലാ ദിവസവും വണ്ടി പോയാൽ മതി. പിന്നെ നല്ല വണ്ടിയല്ലേ, ഇതില് ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല മോളെ. അച്ഛൻ എങ്ങനെ ഇത്ര കാലം കൊണ്ടുപോയെന്ന് ആലോചിക്കുന്നു. അത് പഴയ വണ്ടിയല്ലേ, അല്ലെങ്കിൽ ഏട്ടന് വണ്ടി നേരെയാക്കിയ പോരെ. 40,000 രൂപയല്ലേ അവര് പറഞ്ഞത്. 40,000 എത്ര സിമ്പിൾ ആയിട്ടാണ് നീ പറയുന്നത്. നീ പോയിട്ട് തൽക്കാലം ഒരു ചായ എടുക്ക്, ഭയങ്കര ക്ഷീണം. ചായയൊക്കെ എടുക്കാം. ഇനി ഞാൻ പറഞ്ഞ ചെരുപ്പ് വാങ്ങിച്ചില്ലേ? അത് ഞാൻ വിട്ടുപോയ സന്ധ്യ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും മേടിക്കാം. എന്തായിട്ട് എങ്ങനെ? ഞാൻ രാവിലെ മുമ്പ് പറഞ്ഞതല്ലേ, വാട്സാപ്പിൽ പിക്കും അയച്ചു. നിങ്ങൾ എന്ത് കളിക്കുന്നത്? എന്റെ ഓഫീസിന്റെ അടുത്തല്ലേ 2-3 ഷോപ്പിൽ നോക്കിയതാ. നീ അയച്ചത് മോഡലിനെ 1000-1500 റുപ്യാണ്. എന്നാലും നാളെ വേറെ വേണമെങ്കിൽ നോക്കട്ടെ, വില കുറവിൽ കിട്ടിയാലോ? ആ അതിന് അത്രയൊക്കെ വിലയുണ്ട്. പിന്നെ 500 കിട്ടും വിചാരിച്ചാ? കണ്ട പിന്നെ നിങ്ങക്ക് എടുത്തുകൂടാ മനുഷ്യ. അതിന് എന്റെ പൈസ വേണ്ട മോളെ. ശമ്പളം കിട്ടി 2 ആഴ്ച എല്ലാം തീർന്നു. ഞാൻ ബസ്സിന് പോകാൻ മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ. ഓ പിന്നെ 10-30,000 ശമ്പളം കിട്ടിയിട്ട് 2 ആഴ്ച കൊണ്ട് തീരെയല്ലേ? നിങ്ങൾ കണക്ക് പറയില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സേവ് ചെയ്യണതൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ കുറച്ച് ഭാര്യയ്ക്ക് വേണ്ടെങ്കിലും ചെലവാക്ക്. അല്ല എന്താണ്ടാണ് നീ പറയുന്നത്? ലക്ഷങ്ങളല്ലേ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല നീ എന്താ പറഞ്ഞത്? ഭാര്യയ്ക്ക് വേണ്ടി കുറച്ചെങ്കിലും ചെലവാക്കുന്നോ? നീ പറഞ്ഞത് നിനക്ക് എന്താണ് ഞാൻ മേടിച്ചിരാത്ത? ഓ കൊറേ വാങ്ങി തന്ന പോലെ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് വിദേശത്ത് ഹണിമൂണിന് പോയിരിക്കണ്.
നിങ്ങൾ ആ പഴയ ഊട്ടിയും കൊടൈക്കനാലും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ? അതിലും പിശുക്കന്നെ അല്ലേ? എടി എന്നെ കൊണ്ട് പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ആഴ്ചയും നിന്നെ പുറത്ത് കൊണ്ടുപോകുന്നില്ലേ? പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചു തരുന്നില്ലേ? സിനിമയ്ക്ക് കൊണ്ടുപോകുന്നില്ലേ? അതെന്താ നീ ഒന്നും പറയാത്തത്? എല്ലാ ആഴ്ചയും കോഴിക്കോട് ബീച്ചിലും കൊണ്ടുപോയി കുറച്ച് ഭക്ഷണം വാങ്ങി തന്ന് 2 ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയിന്നല്ലേ? ജോലി സ്ഥലത്തെ ഉള്ള പ്രഷറായിട്ട് വരിക. അപ്പൊ വീട്ടിൽ വരുമ്പോ ഒരു ചായ എടുത്തിട്ട് എന്താ ഏതാന്ന് വിശേഷം ചോദിച്ചിരിക്കല്ലേ. ഇതിപ്പോ ഇവിടെ കഷ്ടം, വീട്ടിലേക്ക് വരാനേ തോന്നുന്നില്ല. ശരിക്കും എന്താ സംഭവിച്ചേട്ടാ? എടോ 30 വയസ്സായിട്ടുള്ള അവന് അപ്പൊ തന്നെ അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീഴുക പറഞ്ഞ. എടോ ഇതുപോലത്തെ എത്ര സംഭവം ഇപ്പൊ നടക്കുന്നേ? അതിനിപ്പോ ആർക്കെങ്കിലും മര്യാദക്ക് ഊണം ഉറക്കുണ്ടോ? ഒക്കെ തോന്നിയ സമയത്തല്ലേ. പോരാത്തിന് ഹൈ ടെൻഷനും. നിന്നെപ്പോലുള്ള ഭാര്യമാരുണ്ടെങ്കിൽ അറ്റാക്ക് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എടി ജോലി കഴിഞ്ഞ് വന്നാലേ കുറച്ച് മനസമാധാനം തരണം. ഇത് വരാത്ത മുൻപ് തന്നെ അത് വാങ്ങിയില്ല ഇത് വാങ്ങിയില്ല പറഞ്ഞ് പോരടിക്കാൻ നിൽക്കല്ലേ. നിന്നെ പോലെ തന്നെ ആയിരിക്കും അവന്റെ ഭാര്യ. പിന്നെ എങ്ങനെ ടെൻഷൻ വരാതിരിക്കും? ആ ഇനിയിപ്പോ നിങ്ങളുടെ കൂട്ടുകാരന് അറ്റാക്ക് വന്നേനെ എന്നെ പറയാൻ നിക്ക്. ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത്. ഇതിപ്പോ ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് സംഭവിച്ചോണ്ടേ ഞങ്ങളൊക്കെ കറക്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് ആള് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, 2 ചെറിയ കുട്ടികളാ. ഭാര്യയ്ക്കാണെങ്കിൽ 10-24 വയസ്സായുള്ളൂ. ഒരു വാടക വീട്ടിലാണ്. മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ, ആർക്ക് എന്താ പറ്റാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞാലും കാര്യമുണ്ട്. അല്ലെങ്കിലും അനാവശ്യമായിട്ട് പൈസ ചെലവാക്കാനേ ഇപ്പൊ ആർക്കും ഒരു മടിയില്ല. പക്ഷെ അത്യാവശ്യ കാര്യത്തിന് 20-30 മാറ്റി വയ്ക്കാൻ മാത്രം ആർക്കും പറ്റില്ല. 20-30 മാറ്റി വെച്ചിട്ട് എന്താക്കാനേട്ടാ? ഒരു ചായ കുടിക്കാൻ പോലും പറ്റില്ല. എടോ ദിവസം 20-30 മാറ്റി വെച്ചാലേ ഈ മാസം 699 രൂപ സ്റ്റാർട്ട് ആകുന്ന ഒരു ടേം ഇൻഷുറൻസ് എടുത്തൂടെ? അതാകുമ്പോ പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടാലും അയാളുടെ കുടുംബത്തിനെ ഭാവിയിലെ ചെലവിനൊക്കെ 2 കോടി രൂപയുള്ള വലിയ തുകയെ നഷ്ടപരിഹാരമായി കിട്ടും. ഈ ചെറിയൊരു പൈസക്ക് ഇത്രയും കവറേജോ? ഓ അങ്ങനെയൊക്കെ ഉണ്ടടി. പക്ഷെ നമ്മുടെ നാട്ടിൽ അധികം ആർക്കും അറിയില്ല എന്ന് മാത്രം. ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലേ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ നിന്ന് സ്കാൻ ചെയ്താലും മതി. ഇതിലെ ടോപ്പ് കമ്പനികളുടെ ഒരുപാട് പ്ലാനുകൾ കാണാം. ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഒരു 15% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. എന്തായാലും ഞാനൊന്നും മുൻകൂട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായി. പിന്നെ അടുത്ത സൺഡേ എന്റെ +2 ബാച്ചിന്റെ ഗെറ്റ് ടുഗദറാ. ഞാൻ വാട്സപ്പിൽ ഒരു പിക്ക് അയച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു ഡ്രസ്സ് എടുത്തന്നെ. കളർ ഏതാണെങ്കിൽ കുഴപ്പമില്ല. നാളെ തന്നെ എടുക്കുകയാണെങ്കിൽ സൈസ് ചെയ്യാലോ. അല്ലടോ ഇത്ര നേരം ഞാൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എടി നീ വീണ്ടും വീണ്ടും എനിക്ക് ചെലവ് തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓ പിന്നെ 2500 രൂപന്റെ ലഹങ്ക വാങ്ങിക്കാൻ അത്ര വലിയ ചെലവല്ലേ? ചെരുപ്പ് പുതിയ ഒന്നും വേണ്ട, കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു തന്നില്ലേ അത് മതി. 2500 ലെഹങ്ക ജീവിതത്തിൽ ഇന്ന് വരെ ആയിട്ട് 1000 ഷർട്ട് പോലും ഞാൻ ഇട്ടിട്ടില്ല. ഈ പെണ്ണിന് പൈസന്റെ ഒരു വില അറിയുന്നയാലോ. സത്യം പറയണെങ്കിൽ മടുത്തു പോയമേ. അതിന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് മാത്രമില്ല. ഇന്ന് വരെയായിട്ട് 1 രൂപ പോലും ഞാനോട് കട വാങ്ങിയിട്ടില്ലമ്മേ. ഇനിയിപ്പോ ഇവക്ക് വേണ്ടി ഞാൻ ഇവിടെ ചെലവ് നടത്താൻ വേണ്ടി ലോണും കടമൊക്കെ എടുക്കേണ്ടി വരും. ഫുള്ള് കമ്പയറിങ് ആണ്. ഇവളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ പിന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാനേ നേരമുള്ളൂ. അതും കണ്ടിട്ട് അവളുടെ ഭർത്താവ് അവിടെ കൊണ്ടുപോയി, ഇവളുടെ ഭർത്താവ് ഇവിടെ കൊണ്ടുപോയി, ആ ഡ്രസ്സ് മേടിച്ചു കൊടുത്തു, ഈ ചെരുപ്പ് മേടിച്ചു കൊടുത്തു പറഞ്ഞിട്ട് 1 മിനിറ്റ് എനിക്ക് സ്വൈര്യം തരില്ല. മടുത്തന്നെ മടുത്തു. എടാ നീ ഇത്ര ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇതിപ്പോ കല്യാണം കണ്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ഇന്ന് കാലത്തെ പെമ്പിള്ളാരല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാവും. മോനൊരു കാര്യം ചെയ്, പതുക്കെ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്ക്. എന്തു പറഞ്ഞ് മനസ്സിലാക്കാനമ്മ? എന്റെ ജോലി എന്താ, ശമ്പളം എന്താന്നൊക്കെ അവൾക്ക് നല്ല ബോധമുണ്ടല്ലോ. ഒരു പൈസക്ക് അവൾക്ക് വില വേണ്ടേ? ഞാനെന്താ അവിടെ പോയിട്ട് എനിക്ക് വെറുതെ കിട്ടുന്ന പോലെയാണ്. പോട്ടെ, അവള് പറയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്ര പൈസ ചെലവാകുന്നുള്ള ഒരു കണക്കൊന്നും വേണ്ടേ? എന്നിട്ടും അവള് പറയാം ഞാൻ എന്തൊക്കെയോ കുറെ സേവ് ചെയ്യുന്നുണ്ട്. മോനെ ഇതിപ്പോ ആ കുട്ടിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ വീട്ടുകാരുടെ പ്രശ്നമാ. ചെറുപ്പം മുതലേ കുട്ടികളുടെ വീട്ടിലെ വരവും ചെലവൊക്കെ അറിഞ്ഞ് വളർത്തണം. ഇതിപ്പോ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴേക്കും അതിന്റെ അപ്പുറം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ കുട്ടികൾക്ക് എങ്ങനെ പൈസന്റെ വില അറിയാ? മോനൊരു കാര്യം ചെയ്, അവളെന്തോ ജോലിന്റെ എന്തോ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്നാ പിന്നെ ആ ജോലിക്ക് അവളെ അയച്ചു വിട്. എന്നാ പിന്നെ അവളുടെ പ്രശ്നം അതോടെ തീർന്നില്ലേ? ആരിവള് ജോലിക്ക് പോവാനാ? എന്റെ അമ്മ അവളുടെ ഏതോ ഫ്രണ്ട് ഏതോ ജോലി കിട്ടി പറഞ്ഞിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. ആ ഒരു ആവേശത്തിൽ അന്ന് പറഞ്ഞതാണ്. ഇതിപ്പോ അതിനെക്കുറിച്ച് ഒരു സംസാരവും ഇല്ല. പഠിക്കാൻ തന്നെ മടിയാ. മാക്കൊരു ഡിഗ്രി വരെ പഠിച്ചുള്ളൂ, എവിടെ ജോലി കിട്ടാനാ? മോൻ അതൊന്നും നോക്കണ്ട. നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാനാണോ പ്രശ്നം? നീ ഒരു കാര്യം ചെയ്, അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു കൊടുക്ക്. കഷ്ടപ്പെട്ട് ജോലിയുടെ ശമ്പളം കിട്ടുമ്പോഴേ അവൾക്ക് പൈസന്റെ വില എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അമ്മ പറഞ്ഞ തന്നെ ശരി. 30 ദിവസം കഷ്ടപ്പെട്ടിട്ട് ശമ്പളം കിട്ടുമ്പോഴേ പൈസന്റെ വില മനസ്സിലാവും. എന്തായാലും ഓണമല്ലേ വരുന്നത്, ഏതെങ്കിലും തുണി ഷോപ്പിൽ ജോലി കിട്ടുന്നോട്ടെ.
അവക്ക് ഒരു ചെറിയ പണി കൊടുത്താലും നേരെയാവും. ഒന്ന് മിണ്ടല്ലേട്ടോ അവിടുന്ന്. അന്ന് ശ്രുതി ഏതോ ഷോപ്പിൽ പോയി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ജോലിക്ക് പോകുന്ന താല്പര്യമില്ലേ? എന്റെ മോളെ, നീ വിചാരിക്കുന്ന പോലെ കഷ്ടപ്പെട്ട പണിയൊന്നുമല്ല. ഈ എടി എത്ര ഇവിടെ തന്നെ ഇരിക്കും, ബോറടിക്കില്ലേ? ഒന്നാമത് കോഴിക്കോട് സിറ്റിയിലുള്ള ഷോപ്പാണ്. എത്ര ആൾക്കാർ ദിവസം വരുന്നറിയോ? ഒരുപാട് ആൾക്കാർ കണ്ടൂടെ? അത് മാത്രമാണ് എടി, തുണി ഷോപ്പാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിൽ അയച്ചല്ലേ ആ ഡ്രസ്സ് എടുക്ക് ഈ ഡ്രസ്സ് എടുക്കുന്നത്. അതൊന്നും വേണ്ടല്ലോ. നീ അവിടെ പോയിട്ട് നിനക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് വരാലോ. ഒരു സുഖമല്ലേ? സംഭവം ഡ്രസ്സിന്റെ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ രാവിലെ എണിക്കാന്നൊക്കെ പറയുമ്പോ എന്തായാലും പോയി നോക്കാല്ലേ? പിന്നല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതിപ്പോ എല്ലാ പണിക്കുണ്ടാവല്ലോ. പക്ഷെ മാസാവസാനം ശമ്പളം കിട്ടുമ്പോ ഒരു സുഖമാണ്. എന്തായാലും ചെല്ല്. അത് ശരിയാ, മാസം അവസാനം ശമ്പളം കിട്ടുമല്ലോ. എന്തായാലും നിങ്ങളെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞേക്കേ, ഞാൻ തിങ്കളാഴ്ച തൊട്ട് പോവാ. ജോലിക്ക് പോ. അല്ലടോ, ഇതുവരെ ഇറങ്ങിയില്ലേ? സമയം വേഗം പോവാൻ നോക്ക്. എനിക്ക് വയ്യേട്ടാ, കൈയും കാലൊക്കെ കുഴഞ്ഞു പോകുന്ന പോലെയുണ്ട്. ലീവ് ആക്കിയല്ലോ നോക്കുക. എടോ, ജോലിക്ക് പോയിട്ട് 2 ആഴ്ച ആകുമ്പോഴേക്കും പറയാണ്ട് ലീവാക്കി പറഞ്ഞ അവര് നിന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? ഒന്നാമത് സീസൺ ടൈമാ. നീ പോവാൻ നോക്ക്, കാല് വേദനയൊക്കെ മാറും. അല്ല, ഏട്ടനൊന്ന് ലീവാ? ഇന്ന് സൺഡേ അല്ലേ? നിനക്കല്ലേ സൺഡേ ലീവില്ലാത്തുള്ളൂ. ശരി, ഞാൻ പോവും. ചെല്ല്. ബാക്കി ശമ്പളം കിട്ടിയിട്ട് കാണിച്ചരാ. പൈസന്റെ വില അറിയിക്കടി. ബസ്സിന് 1000, ചായക്കൊരു 800, ആദരിക്കുന്ന 1500, ചുമന 3300 മൈനസ് 12000. എന്താ സന്ധ്യേ, ജോലി കഴിഞ്ഞ് വന്നാലും കണക്കൂട്ടിലാണല്ലോ. നീ അവിടെ സെയിൽസിൽ തന്നെ അല്ലേ, അല്ലാണ്ട് അക്കൗണ്ടിലൊന്നും അല്ലല്ലോ? അല്ലേട്ടാ, ഞാൻ ആലോചിക്കായിരുന്നേ, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കടം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2 മാസം ആകുമ്പോഴത്തേക്കും 4500 രൂപ കടമായിരിക്കുന്നത്. ഈ 4500 ഒക്കെ ഒരു കടമാണോ സന്ധ്യ? ഈ കടന്ന് പറയുന്നതേ ഈ ജോലിന്റെ ഒരു ഭാഗമാണ്. അല്ല, നാളെയല്ലേ സാലറി കിട്ടുന്നത്? അതന്നെ ഇപ്പൊ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും ഇപ്പൊ തിരക്കൊന്നും ഇല്ലല്ലോ, ഒരു 2 ദിവസം അടുപ്പിച്ച് ലീവ് അങ്ങ് പറ. നീ അന്ന് കക്കാടം പോലെ റിസോർട്ടിൽ പോകണം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്റെ പൈസയിലായിട്ട്. അന്ന് വലിയ പ്രശ്നമായിരുന്നല്ലോ ഇവിടെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടേ ഒരു നല്ല അടിപൊളി പൂൾ റിസോർട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളി സംഭവം കേട്ടോ, സൂപ്പർ. ഞാൻ കാണിച്ചു തരാം ഫോട്ടോ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റന്നാൾ രാവിലെ വിട്ടിട്ടേ പിറ്റേ ദിവസം വരാം. കക്കാടം പോയല്ലോ. റിസോർട്ടിന് എത്ര ചാർജ്? റിസോർട്ടിനൊരു 500-500 പറയുന്നത്. പക്ഷെ അത് സാരല്ല, എൻ്റെ ഫ്രണ്ടിനെ ഓണറിന് അറിയുന്ന ഒരു 4-4 ഒപ്പിക്കാം. പിന്നെ അടുത്ത ഫുഡ് ട്രാവൽ എക്സ്പെൻസ് ഒക്കെ കൂടി ഒരു 6500 രൂപ 2 ദിവസത്തെ പരിപാടി. 6500? ഏട്ടാ എന്തേ പറയുന്നത്? 30 ദിവസം കഷ്ടപ്പെട്ടാല് 12000 കിട്ടൂ. അയ്യോ, 1 രൂപ ചെലവാക്കിയ നെഞ്ചു പൊട്ടും. അപ്പൊ ഈ റിസോർട്ടിൽ 6500 കൊടുത്താൽ പിന്നെ ഉറക്കവും കൂടി ഉണ്ടാവില്ല എനിക്ക്. അല്ലടോ, ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇത് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ. ആക്ച്വലി ഒരു സിനിമ, പുറത്തുനിന്ന് ഫുഡ്, ബീച്ച്, മാസത്തിൽ ഒരു ലോങ് ട്രിപ്പ്, അത് എനിക്ക് ഒറ്റയ്ക്ക് ശമ്പളം ഉള്ളപ്പോ. ഇപ്പൊ നിനക്കും കൂടി ജോലിയില്ലേ? സത്യമായിട്ടാ, അന്നേരം ഒന്നും എനിക്ക് പൈസന്റെ വില അറിയില്ലായിരുന്നു. ഇപ്പൊ 1 മാസം സാലറി കിട്ടണമെങ്കിലേ ബോസിന്റെയും മാനേജറിന്റെയും സൂപ്പർവൈസറിന്റെയും കസ്റ്റമറിന്റെ ഒക്കെ വാരിക്കണം മുഴുവൻ കേൾക്കണം. ആ പൈസ ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കാന്ന് പറയുമ്പോ പറ്റുന്നില്ല ഏട്ടാ. ഇപ്പൊ 2 മാസമായിട്ട് ഞാനൊരു ചെരുപ്പ് പോലും വാങ്ങിച്ചിട്ടില്ല. എന്റെ സന്ധ്യ, മറ്റൊരാളുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെന്നുണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പെടണം.
രാവിലെ മുതൽ രാത്രി വരെ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ടിട്ടാണ് ഓരോ ഭർത്താക്കന്മാരും വീട്ടിലേക്ക് കയറി വരിക. അപ്പൊ നിങ്ങൾ ഭാര്യമാർ എന്താ ചെയ്യുക? അത് കിട്ടിയില്ല, ചെരുപ്പ് വേണം, ചുരിദാർ വേണം, ആ പൈസക്ക് വേണം, ഇത്ര വേണം പറഞ്ഞിട്ട് ഒരു സ്വൈര്യം തരണുണ്ടോ? അത് മാത്രം മതിയോ? വീട്ടിൽ ചിലപ്പോൾ നോക്കണ്ടേ, ഹോസ്പിറ്റലിൽ ബില്ല് നോക്കണ്ടേ, ടെൻഷൻ ആയിരിക്കും, ഒരു മനസ്സമാധാനം ഉണ്ടായില്ല. അതിനിടയ്ക്ക് മറ്റുള്ളവരുടെ ഭർത്താവ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയില്ലേ, അവർക്ക് അതിനുള്ള ജോലി വരുമാനമൊക്കെ ഉണ്ടാവും. എനിക്ക് ആ കൂടെ 30,000 വരുമാനമുള്ളൂ, അതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് നോക്കണം. എന്തായാലും ഈ പൈസന്റെ വില മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാ നിന്നെ ജോലിക്ക് പറഞ്ഞയച്ചത്. 2 മാസം കൊണ്ട് നീ പഠിച്ചല്ലോ. സത്യം പറഞ്ഞ എന്നെ പോലുള്ള ഭാര്യമാര് ഇതൊന്നും മനസ്സിലാക്കാനിട്ടാ ഓരോരോ വീടുകളും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്നിട്ട് കുറ്റം മുഴുവൻ ഭർത്താക്കന്മാർക്കും. സോറി ഏട്ടാ. നമ്മുടെ വീഡിയോന്റെ ഇടയിലായിട്ട് പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തിരിക്കേണ്ട ഒന്നാണ്. അപ്പൊ നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ 15% വരെ ഡിസ്കൗണ്ടോടുകൂടി എല്ലാവർക്കും ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി.